എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു LG ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ് നോക്കുന്നത്. ഇതൊരു ഇൻവെർട്ടർ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലും ഇതേ സെയിം ബോർഡ് നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എറർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നോ പവർ ഇഷ്യൂ ആണ്. ഇത് പവർ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വേറെ ഒരു ടെക്നീഷ്യൻ നോക്കി ഇത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്ത സാധനമാണ് എന്നാണ് എന്നോട് ടെക്നീഷ്യൻ പറഞ്ഞത്. ഇതിവിടെയൊക്കെ പണിതിട്ടുണ്ട്, ഐസിയുടെ ഭാഗമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇത് അഴിച്ച് ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് നേരത്തെ ചെയ്ത ടെക്നീഷ്യൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ സ്വിച്ചിങ് IC മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡയോഡിൻ്റെ ഭാഗമൊക്കെ ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബോർഡ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ സപ്ലൈ കൊടുത്തിട്ട് ഈ സപ്ലൈന്ന്, അതായത് ഈ ഒരു ചോപ്പറിന്ന് ഔട്ട് പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടും 15 വോൾട്ടുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജ് ഇതിനകത്ത് ജനറേറ്റ് ആവുന്നുണ്ടോ, ബാക്കി 5 വോൾട്ട് എല്ലാം ജനറേറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യം. അതിന് വേണ്ടിയിട്ട് പവറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് പവർ കൊടുത്ത് നോക്കാം. സീരിയലിൽ കൊടുക്കുകയാണ്. സീരിയലിൽ കൊടുത്തപ്പോൾ ബൾബ് കത്തിയിട്ടെന്ന് മിന്നിയിട്ടുണ്ട്. എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പതിനൊന്ന് വോൾട്ടേജാണ് വരുന്നത്. 320 വോൾട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. 11 വോൾട്ടാണ് നമ്മുടെ അതായത് ഈ ചോപ്പറിൽ നിന്ന് കയറി ഇറങ്ങി വരുന്നത്. സ്വിച്ചിങ് ICയുടെ സൈഡിൽ 11 വോൾട്ടേജ് വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ഫിൽട്ടർ ക്യാപ്പ്. ഈ വളഞ്ഞിരിക്കുന്നതാണ് നെഗറ്റീവ് സൈഡ്, ഈ നേരെ ഇരിക്കുന്നത് പോസിറ്റീവ് സൈഡ്. അതായത് ഈ പോസിറ്റീവ് സൈഡാണ് ഈ പോകുന്ന ലൈന്. ഇത് നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ചോപ്പറിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ 320 വോൾട്ട് ഉണ്ടാവുമെന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്ത സമയത്ത് 320 വോൾട്ട് വരുന്നുണ്ട്. ഈ 320 വോൾട്ട് എന്ന് പറയുന്നത് നേരെ ഈ ചോപ്പറിൻ്റെ ഈ ഒരു ലെഗിൽ വരും. ഈ ഒരു ലെഗിൽ വന്നിട്ട് ഇവിടെ നിന്ന് മൂന്നാമത്തെ ലെഗിൽ വന്നിട്ടാണ് പിന്നെ ഈ ഇതിൻ്റെ ഡ്രെയിനിലോട്ട് പോകുന്നത്, സ്വിച്ചിങ് ICയുടെ ഡ്രെയിനിലോട്ട് പോകുന്നത്. ചോപ്പർ കണക്ഷൻ ഉണ്ടോ ഇല്ല എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഓംസ് മോഡിലിട്ടിട്ട് ബീപ്പ് മോഡിലിട്ടിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അതായത് ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, ഡ്രെയിനിൻ്റെ ഈ മൂന്നാമത്തെ പിന്നിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കണം. മൂന്നാമത്തെ പിന്നിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒന്നാമത്തെ പിന്നും മൂന്നാമത്തെ പിന്നും തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കണം. ഇവിടെ ഒന്നാമത്തെ പിന്നും മൂന്നാമത്തെ പിന്നും തമ്മിൽ യാതൊരുവിധ കണ്ടിന്യൂറ്റി ഇല്ല. തിരിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ബീപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആവാത്തത് കൊണ്ടിട്ടാണ് ആ ബീപ്പ് അടിക്കുന്നത്. ഇവിടെ ഇല്ല. അതായത് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ചോപ്പറാണ്. ഈ ഒരു ചോപ്പർ മാറാതെ, ഈ ചോപ്പറിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാതെയാണ് ഈ ഒരു സ്വിച്ചിങ് IC മാറി സപ്ലൈ ഇല്ലെന്ന് പറഞ്ഞ് ഇത് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സപ്ലൈ വരുന്നില്ല എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കാര്യമാണ്. സപ്ലൈ വരുന്നുണ്ടോ, സപ്ലൈ എവിടെയെല്ലാം വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഈ ചോപ്പറിൻ്റെ ഒന്നാമത്തെ ലെഗിലും മൂന്നാമത്തെ ലെഗിലും കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ചോപ്പറാണ് ഇതിൽ കംപ്ലൈൻറ്റ്. ഈ ചോപ്പർ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഓണാവും. ഇനി നമുക്ക് ഈ ചോപ്പർ ഇവിടെ നിന്ന് മാറാം. ഈ ചോപ്പർ നമുക്ക് വാങ്ങിക്കാനൊന്നും കിട്ടില്ല. ഇത് നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം.
ഇതിനകത്ത് ഒരു DVD പവർ സപ്ലൈ വെക്കാൻ പറ്റിയൊരു ടൈപ്പ് മോഡലല്ല ഇത്. അതുകൊണ്ട് ആ DVD പവർ സപ്ലൈ ഒന്നും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. ഇതിന് സൊല്യൂഷൻ ഈ സെയിം ചോപ്പർ തന്നെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതേ സെയിമിൽ നേരത്തെ ഒരു സെയിം കംപ്ലൈൻ്റ് ആയിട്ട് ഈ ചോപ്പറിൻ്റെ പ്രൈമറി സൈഡ് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നു. പക്ഷെ അത് ഞാൻ നേരത്തെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ട് വൈൻഡ് ചെയ്ത് വെച്ചാണ്. പക്ഷേ ആ ബോർഡിൽ ഇടേണ്ടി വന്നില്ല. ആ ബോർഡ് അത് കസ്റ്റമർ പുതിയത് വാങ്ങിച്ചതുകൊണ്ട് പിന്നെ ഈ ഒരു ചോപ്പർ ഇടേണ്ടി വന്നില്ല. അങ്ങനെ അന്ന് വൈൻഡ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ നമുക്ക് ഈ ചോപ്പർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് ഇതിട്ട് ഈ നമ്പർ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഈ മേഖലയിലത്തെ EBJ 606596 സെയിം നമ്പറിൽ വരുന്ന ചോപ്പർ തന്നെയാണ്. ഇതിൻ്റെയും പ്രൈമറി സൈഡ് കത്തിപ്പോയിട്ട് അത് ഇളക്കി വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഇത് മാറ്റി വെച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു ചോപ്പർ ഇളക്കണം. ഇതാണ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിരിക്കുന്ന ചോപ്പർ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് നേരത്തെ റീവൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു ചോപ്പർ, ഈ ഒരു ചോപ്പർ ഇടാം. അതിന് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഹോളൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ചോപ്പർ വന്നിരിക്കുന്ന ഏരിയ മൊത്തം ക്ലീനാക്കി ആ ഹോളെല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചോപ്പർ ഇതിനകത്തോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ ചോപ്പർ സെറ്റായിട്ടുണ്ട്. നേരത്തെ ഇതിന് ഒന്നാമത്തെ പിന്നും മൂന്നാമത്തെ പിന്നുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. നമുക്ക് ബസർ ഇട്ടിട്ട് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒന്നാമത്തെ പിന്ന്, ഒരു പിന്നിൻ്റെ ഷോൾഡർ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇത് ഒന്നാമത്തെ പിന്ന്, ഇത് മൂന്നാമത്തെ പിന്ന്. ഇപ്പോൾ ഈ നേരത്തെ ഒന്നാമത്തെ പിന്നും മൂന്നാമത്തെ പിന്നും കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ അത് കോണ്ടാക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഡ്രെയിനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ബീപ്പ് ഉണ്ട്. നേരത്തെ ഈ ബീപ്പില്ല. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ബോർഡിൻ്റെ കണക്ഷനും കൂടെ പിടിച്ച് കൊടുത്തിട്ട് ഓൺ ചെയ്യും, എങ്കിലേ നമുക്കത് ലൈറ്റ്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓൾറെഡി ഡോർ സ്വിച്ചിൻ്റെ എറർ വന്ന് ഇത് ഓഫിൽ കിടന്ന് ഇപ്പോൾ ഓണായിട്ടുണ്ട്. പ്രഷർ സെൻസറിൻ്റെ എറർ വന്നിരിക്കുകയാണ്.
സ്റ്റാർട്ടിങ് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പഴയത് കണക്ക് തന്നെ കറക്റ്റ് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള കേസുകളിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ചോപ്പറാണ്. ചോപ്പറിൽ നിന്നുള്ള ആ ഒരു 320 വോൾട്ട് ഡ്രെയിനിലോട്ട്, സ്വിച്ചിങ് ഐ സിയുടെ ഡ്രെയിനിലോട്ട് എത്തുന്നു എന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിങ് ഐ സി മാറുക. സ്വിച്ചിങ് ഐ സി മാറുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ആ ഒരു SM ട്രാൻസ്ഫോമറിൻ്റെ ചോപ്പറിൻ്റെ ഓംസും കൂടെ ഒന്ന് നടന്നു നോക്കുക. 2.0 അല്ല 1.8നും 2.0ക്ക് ഇടയ്ക്ക് ഓംസ് എപ്പോഴും ആ ചോപ്പറിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇത് ഓക്സിഡേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്സിഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളായിട്ട് വർക്കായിട്ടുണ്ട്. നമുക്ക് ഇതിന് കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.